ഹലോ മിനിസ്റ്റർ, ഞാൻ അരുന്ധതിയാ. പറയൂ മാഡം. ഋഷിയുടെ കാര്യം പറയാനായിട്ടാണ് ഞാൻ മിനിസ്റ്ററെ വിളിച്ചേ. മാഡം, പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ തീർക്കയല്ല മന്ത്രിസഭയുടെ ജോലി. കുറെ നാളായി കേൾക്കുന്നു, നന്ദനെ കാണാനില്ല, ഋഷിയെ കാണുന്നില്ല. അവരെവിടെയെങ്കിലും പോയതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് മാഡം? വല്ലാത്ത തലവേദനയാണ്. അത് ശരി, മിനിസ്റ്റർക്ക് എന്റെ പരാതി ഇപ്പൊ തലവേദനയായിട്ട് തോന്നി തുടങ്ങിയല്ലേ? പാർട്ടിക്ക് വേണ്ടിയൊക്കെ എന്റെ സംഭാവന വാങ്ങുമ്പോ ഈ തലവേദന ഉണ്ടായിരുന്നില്ലല്ലോ മിനിസ്റ്റർ. മാഡം മാത്രമല്ല, ഒരുപാട് പേർ പാർട്ടിക്ക് സംഭാവന നൽകാറുണ്ട്. നിയമത്തിനകത്ത് നിന്ന് അവരെയൊക്കെ പാർട്ടി സഹായിക്കാറുമുണ്ട്. പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പണം വാരി എറിഞ്ഞിട്ടുള്ളത്. കാറായും ബംഗ്ലാവായും റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ആയിട്ട് ഒരുപാട് സഹായങ്ങൾ എന്റെ അടുത്ത് സ്വീകരിച്ചവർ നിങ്ങളുടെ പാർട്ടിയിലുണ്ട്. മാഡം, ഞാനൊന്ന് പറയട്ടെ. മരുമകന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ മൂന്നാറിലെ തേയിലത്തോട്ടം വേണമെന്ന് പറഞ്ഞ വോയിസ് റെക്കോർഡ് ഇപ്പോഴും എന്റെ ഫോണിലുണ്ട്. പഴയ കാര്യങ്ങൾ വെച്ച് ഇങ്ങനെ ഒന്നും പറയല്ലേ മാഡം. എന്റെ മകന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യില്ല. മാഡം, ഇതിപ്പോ പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ... എന്റെ മകനെ കാണാനില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് മിനിസ്റ്റർ? പരാതി പോലീസിനും ഗവൺമെന്റിനും ഒക്കെ കൊടുക്കണം. അത് സമ്മതിച്ചു. മുമ്പ് മാഡം കൊടുത്ത പരാതിയിൽ അന്വേഷണം നടക്കുമ്പോ പിന്നെ മാഡം ഒന്ന് തണുത്തു. കുറെ കാലം മിണ്ടാതിരുന്നു. അതെന്താ? അപ്പോ ഋഷിയെ കണ്ടെത്തിയിരുന്നോ? പോലീസിനോട് പറഞ്ഞു മടുത്തിട്ട് മിണ്ടാതിരുന്നതാ. മിനിസ്റ്റർ, ഇപ്പോഴത്തെ എന്റെ പരാതിയില് എന്തെങ്കിലും നടപടി സ്വീകരിച്ച് എന്നെ സഹായിക്കണം. അന്വേഷണം ഊർജിതപ്പെടുത്തണം. MLA-യുടെ ഭർത്താവിനെ കാണുന്നില്ല എന്ന് MLA-ക്ക് പരാതി, മേഡത്തിന് മകനെ കാണുന്നില്ല എന്നുള്ള പരാതി. എനിക്ക് എന്റെ മകന്റെ കാര്യം മാത്രമേ അറിയൂ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചാൽ പ്രശ്നം തീരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോലീസും ഭരണമൊന്നും വേണ്ടല്ലോ മിനിസ്റ്റർ. പണ്ട് മകൻ അപകടം ഉണ്ടായപ്പോ നിങ്ങൾ എന്നെ വിളിച്ചിരുന്നു. വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാ. നിങ്ങൾ പിന്നീട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ തീർത്തോളാന്ന് പറഞ്ഞു. ഇപ്പോഴും അതുപോലെ എന്തെങ്കിലും ചെയ്യണം മാഡം. ദയവായി സർക്കാരിനെ നാറ്റിക്കരുത്. വല്ലാത്തൊരു കഷ്ടം തന്നെ. മിനിസ്റ്റർ എന്ത് പറഞ്ഞു മാഡം? അയാൾ എന്നെ ഉപദേശിക്കുന്നു. ഗവൺമെന്റിന് ചീത്തപ്പേരുണ്ടാക്കരുത്, ഗവൺമെന്റിന് നാറ്റിക്കരുതെന്നൊക്കെ പറഞ്ഞുണ്ട്. പാർട്ടി സമ്മേളനം, തെരഞ്ഞെടുപ്പ് ഫണ്ട്, ക്ലീനം റാലി എന്നൊക്കെ പറഞ്ഞ് തലയും ചൊറിഞ്ഞ് കൈ നീട്ടി കാശ് വാങ്ങിയതൊക്കെ അങ്ങ് മറന്നു. ഇപ്പൊ പറയാ പാർട്ടിക്ക് ഫണ്ട് എല്ലാരും കൊടുക്കുന്നു. മാഡം, രാഷ്ട്രീയക്കാരെ അധികം വിശ്വസിക്കണ്ട. അവർക്ക് കാര്യങ്ങൾ ഓടിപ്പോണം. അന്ന് ആര് കാശ് കൊടുക്കുന്നോ അവരാണ് നല്ല ആൾ. ഇപ്പം മാഡത്തെ കൊണ്ട് പാർട്ടിക്ക് വലിയ ഉപയോഗമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. ആ പ്രതീക്ഷയും പോയി. ഇനി ഋഷിക്ക് വേണ്ടി ഏത് വാതിലും മുട്ടാനാ?